ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 സാമൂഹ്യശാസ്ത്ര ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സാമൂഹ്യശാസ്ത്ര ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇന്നത്തെ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം പഠിച്ച ശേഷം ആ വീഡിയോ കൂടി കാണുക. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് അതിലും പറഞ്ഞിരിക്കുന്നത്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം എല്ലാ വീഡിയോയിലും നൽകുന്നത് പോലെയുള്ള ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോയിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തികച്ചും ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സെക്ഷനിലെ വിദ്യാർത്ഥികളും ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നവോത്ഥാനത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് റെനൈസൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പെട്രാർക്ക്. നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് റെനൈസൻസ് എന്നറിയപ്പെടുന്നത് പെട്രാർക്ക് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഓർത്തിരിക്കുക. ഫാദർ ഓഫ് റെനൈസൻസ് എന്നറിയപ്പെടുന്നത് പെട്രാർക്ക്. ചോദ്യം നമ്പർ 2: മൊണാലിസ, അവസാനത്തെ അത്താഴം, അതായത് മൊണാലിസ, ലാസ്റ്റ് സപ്പർ എന്നീ പ്രശസ്ത ചിത്രങ്ങൾ വരച്ചത് ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി. അതായത് മൊണാലിസ, അതുപോലെ തന്നെ അവസാനത്തെ അത്താഴം, ഇംഗ്ലീഷിൽ ലാസ്റ്റ് സപ്പർ എന്നറിയപ്പെടുന്ന ഈ 2 ചിത്രങ്ങളും വരച്ചിരിക്കുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം: സൂര്യാധിഷ്ഠിത സൗരയൂഥ സിദ്ധാന്തം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം തിയറി മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ്, ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യമാണ്. ഉത്തരം കോപ്പർനിക്കസ് ആണ്. സോളാർ സിസ്റ്റം തിയറി അല്ലെങ്കിൽ സൂര്യാധിഷ്ഠിത സൗരയൂഥ സിദ്ധാന്തം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ആരാണ്? കോപ്പർനിക്കസ്. വീഡിയോയിലെ നാലാമത്തെ ചോദ്യം: ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ദൂരെയുള്ള സംഭവങ്ങൾ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം ഗലീലിയോ ഗലീലി. അതായത് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച വ്യക്തി ഗലീലിയോ ഗലീലിയാണ്. വീഡിയോയിലെ ചോദ്യം നമ്പർ 5: അച്ചടി യന്ത്രം അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ആരാണ്? പ്രിന്റിംഗ് പ്രസ് അല്ലെങ്കിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് യോഹന്നാൻ ഗുട്ടൻബർഗ് ആണ്. 1439 ഇത് കണ്ടുപിടിച്ചത് എന്ന് കൂടി ഓർത്തിരിക്കുക. ചിലപ്പോൾ വർഷം ചോദിക്കാനും സാധ്യതയുണ്ട്. ഉത്തരം എന്താണ്? യോഹന്നാൻ ഗുട്ടൻബർഗ് എന്നാണ്. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം: ആവി യന്ത്രം അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹിസ്റ്ററിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഉത്തരം ജെയിംസ് വാട്ട് ആണ്. ആവിയന്ത്രം അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും തൃശൂരിലെ കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ പറങ്കികൾ എന്നും പറയാറുണ്ട്. അതായത് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട കോട്ടകളാണ് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും. ഇത് രണ്ടും നിർമ്മിച്ചിരിക്കുന്നത് പോർച്ചുഗീസുകാരാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ഇതാണ്: സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാർ ആരായിരുന്നു? ഉത്തരം കുഞ്ഞാലി മരക്കാർ. അതായത് സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാർ കുഞ്ഞാലി മരക്കാർ ആയിരുന്നു. 9ാമത്തെ ചോദ്യം: കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ പ്രശസ്ത ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. അതായത് കേരളത്തിലെ പ്രശസ്ത ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഓർത്തിരിക്കുക. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം: ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക് വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്?
ഉത്തരം ഇ.ടി. അച്യുതൻ വൈദ്യർ. അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചയാളുടെ പേരും കഴിഞ്ഞ ചോദ്യത്തിലുണ്ട്. ഉത്തരം വാൻ റീഡിനെ എന്നാണ്. വാൻ റീഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ വാൻ റീഡിനെ സഹായിച്ചത് ഒരു മലയാളി വൈദ്യനാണ്. ആ വൈദ്യൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ഇ.ടി. അച്യുതൻ വൈദ്യർ. അപ്പോൾ ഈ ഒരു ചോദ്യം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സെക്ഷനിലാണ് ഇമ്പോർട്ടൻറ്റ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ രചിച്ചതാണ് എന്നത് UP സെക്ഷനിലാണ് ഇമ്പോർട്ടൻറ്റ്, ഓർത്തിരിക്കുക. വീഡിയോയിലെ 11ാമത്തെ ചോദ്യം, ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓർത്തിരിക്കുക. ആരൊക്കെയാണ് ഏറ്റുമുട്ടിയത്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുമാണ്. അതിൽ ഡച്ചുകാർ തോൽപ്പിക്കപ്പെടുകയായിരുന്നു. എപ്പോഴാണ് നടന്നത്? 1741. വീഡിയോയിലെ 12ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ രൂപീകൃതമായ വർഷം ഏതാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ രൂപീകൃതമായ വർഷം 1600 ആണ്. ചോദ്യത്തിൻ്റെ ഉത്തരം 1600. ചോദ്യം നമ്പർ 13, ഇന്ത്യയിൽ ആദ്യമായി റെയിൽ സർവീസ് ആരംഭിച്ച തീയതി ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ സർവീസ് ആരംഭിച്ച തീയതി. ഉത്തരം 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യമായി ഒരു റെയിൽവേ സർവീസ് ആരംഭിച്ച തീയതിയാണ് 1853 ഏപ്രിൽ 16. എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എന്നുകൂടി ഓർത്തിരിക്കുക. മുംബൈ മുതൽ താനെ വരെ ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിൽ ഝാൻസിയിലെയും കാൺപൂരിലെയും നേതാക്കൾ ആരൊക്കെയായിരുന്നു? 1857 പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്നൊക്കെ വിളിക്കുന്ന 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമാണ്. ആ വിപ്ലവത്തിൽ ഝാൻസിയിലെ നേതാവ് റാണി ലക്ഷ്മി ബായി ആയിരുന്നു. അതുപോലെ തന്നെ കാൺപൂരിലെ നേതാവ് നാനാ സാഹിബും താന്തിയോ തോപ്പിയുമായിരുന്നു. അപ്പോൾ ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിപെൻഡൻസ് ഡേക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചുരുക്കത്തിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. അതായത് ഇന്ത്യയിലെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് നവോത്ഥാനത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അത് പെട്രാർക്കാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. വീഡിയോയിലെ 16ാമത്തെ ചോദ്യം, സതി നിരോധിക്കുന്നതിന് മുൻകൈ എടുത്ത സാമൂഹിക പരിഷ്കർത്താവും അന്നത്തെ ഗവർണർ ജനറലും ആരായിരുന്നു? ഉത്തരം രാജാറാം മോഹൻ റോയ് ആൻഡ് ലോർഡ് വില്യം ബെൻഡിക്ക്. ആ കാലത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ലോർഡ് വില്യം ബെൻഡിക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് പ്രധാന സാമൂഹിക പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും ആരാണെന്ന് നോക്കാം. എല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ PDF നോക്കി പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലിസ്റ്റിലുള്ള എല്ലാ സാമൂഹിക പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരെയും നിങ്ങൾ ഓർത്തിരിക്കുക. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സത്യശോധന സമാജിൻ്റെ സ്ഥാപകൻ ജ്യോതിറാവ് ഫൂലെയാണ്. അതുപോലെ തന്നെ ആര്യ മഹിളാ സഭ എന്ന സാമൂഹിക സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? പണ്ഡിത രമാബായി ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നറിയപ്പെടുന്നതിൻ്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇതിലുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഈ ചോദ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രശസ്ത സ്ഥാപനങ്ങളും അവയുടെ സ്ഥാപകനും ആരാണെന്ന് പഠിക്കുക. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു ചോദ്യം തന്നെയാണ് ബോണസ് ക്വസ്റ്റ്യനായി നൽകുന്നത്. അതായത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ
നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിൻ്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം അല്ലെങ്കിൽ സ്പോക്സിൻ്റെ എണ്ണം എത്രയാണ്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വിന്നേഴ്സ് അപർണ, മാനവ്, റിതിൻ, ഫിദ ഫാസ്മി, ഹിബ ഫാത്തിമ, മാളവിക TK, കാശിനാഥ്, നവമി, അശ്വിൻ KP, അഞ്ജന, ഇഷാൻ, ശ്രാവൺ, ഭാഗ്യ, ഫാത്തിമ, റുഷ്ദ P, അതുപോലെ തന്നെ ദർശിത് എന്നിവരാണ്. ഇതേപോലൊരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. അപ്പോൾ സാമൂഹ്യശാസ്ത്ര ക്വിസുമായി ബന്ധപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വീഡിയോ നമ്മുടെ രണ്ടാമത്തെ ചാനലായ ഫാക്ട് ടോക്സ് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ആ വീഡിയോ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.